अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमत अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। दुनिया में इंसान माल खर्च करता है। ലോകത്ത് മനുഷ്യൻ വ്യക്തി താൽപര്യത്തിന് വേണ്ടിയും വ്യക്തിപരമായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയും പണം ചെലവഴിക്കുന്നു. ചിലപ്പോൾ സദക്കയായും ദാനമായും നൽകുന്നു. എന്നാൽ ലോകത്ത് എല്ലാ പട്ടണത്തിലും എല്ലാ രാജ്യത്തും ഒരേ ഒരു ലക്ഷ്യത്തിനും ഒരു കൈയിൽ ഒത്തുചേർന്നുകൊണ്ടും തങ്ങളുടെ ധനത്തിൽ നിന്ന് ചെലവ് ചെയ്യുന്നതിനായി സമർപ്പിക്കുന്ന മെമ്പർമാരും അംഗങ്ങളും അടങ്ങുന്ന ഒരു സമൂഹമോ ഒരു ജമാഅത്തോ ഇന്ന് ലോകത്തില്ല. ആ ലക്ഷ്യം ദീനിന്റെ പ്രചാരണവും സൃഷ്ടി സേവനവുമാകുന്ന ലക്ഷ്യമാണ്. എന്നാൽ ഈ ജോലി ചെയ്യുന്നത് ഒരേ ഒരു ജമാഅത്താണ്. ആ ജമാഅത്തിനെ അല്ലാഹു ഈ ജോലിക്ക് വേണ്ടി തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസന്റെ ജമാഅത്താണ് അത്. മസീ മഊദിന്റെയും മഹദി മഹൂദിന്റെയും ജമാഅത്താണ് അത്. ഇസ്ലാമിനെ എല്ലാ സ്ഥലത്തും സ്ഥാപിക്കുക എന്ന ജോലി അതിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 128 വർഷമായി ഇസ്ലാമിന്റെ സേവനത്തിനും മനുഷ്യ സേവനത്തിനും വേണ്ടി തങ്ങളുടെ ധനം അവർ ത്യാഗം ചെയ്യുന്നു. ഇതിന് കാരണം ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജമാഅത്തിന് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ധനത്തിന്റെ ശരിയായ വിനിയോഗവും ധനം ത്യാഗം ചെയ്യുന്നതിന്റെ ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്തിരിക്കുന്നു. ഹസ്രത്ത് മസീം അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ പലതവണ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് താക്കീത് നൽകിയിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമാണ്. കാരണം ഇസ്ലാം ഈ സമയത്ത് അധപ്പതനത്തിന്റെ വക്കിലാണ്. ആന്തരികവും ബാഹ്യവുമായ ബലഹീനതകൾ കണ്ടുകൊണ്ട് പ്രകൃതം പരിഭ്രമത്തിൽ ആഴുന്നു.
ഇസ്ലാം മറ്റ് അന്യ മതങ്ങളുടെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നു, ഈ അവസ്ഥ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞിട്ടും നാം ഇസ്ലാമിന്റെ പുരോഗതിക്കായി കാൽച്ചുവട് ഉയർത്താതിരിക്കണോ? അല്ലാഹു ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ വ്യവസ്ഥിതിയെ സ്ഥാപിച്ചിട്ടുള്ളത്. അല്ലാഹു ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ വ്യവസ്ഥിതിയെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനാൽ ഇതിന്റെ പുരോഗതിക്കായി കഠിനാധ്വാനം നടത്തുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയുടെയും ഇച്ഛയുടെയും പൂർത്തീകരണമാണ്. പിന്നീട് പറയുന്നു, ഈ വാഗ്ദാനവും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതായത് ഏതൊരു വ്യക്തിയാണ് അല്ലാഹുവിനായി നൽകുന്നത്, അവന് ഞാൻ 10 മടങ്ങ് അനുഗ്രഹം നൽകുന്നതാണ്. ഈ ലോകത്തും അവൻ ഒരുപാട് ലഭിക്കുന്നതാണ്. മരണത്തിന് ശേഷവും പരലോക പ്രതിഫലവും അവൻ ദർശിക്കുന്നതാണ്. എത്രമാത്രം ആശ്വാസമാണ് ലഭിക്കുക. ചുരുക്കത്തിൽ അവിടുന്ന് പറയുന്നു, ഞാൻ ഈ കാര്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇസ്ലാമിന്റെ പുരോഗതിക്കായി തങ്ങളുടെ ധനം ചെലവഴിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹാബാക്കൾ ഇക്കാര്യം മനസ്സിലാക്കി തങ്ങളുടെ ധനം ദീനിന്റെ ലക്ഷ്യത്തിനായി സമർപ്പിച്ചു. അതിനെ സംബന്ധിച്ച് വിവിധ അവസരങ്ങളിൽ അവിടുന്ന് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്രകാരമാണ് അദ്ദേഹത്തെ അംഗീകരിച്ചവർ ധനത്യാഗത്തിൽ മുന്നേറിയത്? ഉദാഹരണമായി മിനാരത്തുൽ മസീഹിന്റെ നിർമ്മാണ പദ്ധതി രൂപീകരിച്ചു. വിവിധ പദ്ധതികൾ അദ്ദേഹം സമർപ്പിക്കാറുണ്ടായിരുന്നു. ലിറ്ററേച്ചറുകൾ പ്രസിദ്ധീകരിക്കുന്നതിനും മറ്റു പല ഉദ്ദേശങ്ങൾക്കും വേണ്ടിയും അതുപോലെ മിനാരത്തുൽ മസീഹിന് വേണ്ടിയും അദ്ദേഹം പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ മുൻഷി അബ്ദുൽ അസീസ് സാഹിബ് പട്ടുവാരി സമർപ്പിച്ച ത്യാഗം അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, രണ്ട് ആളുകളെ കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്. അബ്ദുൽ അസീസ് സാഹിബ് ഷാദി ഖാൻ സാഹിബ് പറയുന്നു, എന്റെ ജമാഅത്തിൽ 2 ആത്മാർത്ഥരായ ആളുകൾ ഈ ജോലിക്കായി ചന്ത നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റു സുഹൃത്തുക്കൾക്ക് അസൂയ ഉളവാകുന്നതിന് ഹേതുവാണ്. അതിലൊരാൾക്ക് മുൻഷി അബ്ദുൽ അസീസ് എന്ന പേരാണ്. ഗുരുദാസ്പൂർ ജില്ലയിലെ പട്ടുവാരിയാണ്. തന്റെ കുറഞ്ഞ വരുമാനത്തിൽ നിന്ന് 100 രൂപ ഈ ജോലിക്ക് വേണ്ടി ചന്തയായി നൽകി. ഞാൻ വിചാരിക്കുന്നത് ഈ 100 രൂപ പല വർഷത്തെ അദ്ദേഹത്തിന്റെ സമ്പാദ്യമായിരിക്കും. പറയുന്നു, ഇത് പ്രശംസ അർഹിക്കുന്നതിന് കാരണമാകുന്നത് ഇപ്പോൾ തന്നെ മറ്റൊരു ജോലിക്കായി 100 രൂപ അദ്ദേഹം തന്നു കഴിഞ്ഞതേയുള്ളൂ. പിന്നീട് പറയുന്നു, രണ്ടാമത്തെ സ്വാത്തികൻ അദ്ദേഹം ഈ സമയത്ത് വളരെ വലിയ ധൈര്യമാണ് പ്രകടിപ്പിച്ചത്. മിയാൻ ഷാദി ഖാൻ സിയാൽകോട്ടിൽ താമസിക്കുന്ന മരക്കട നടത്തുന്നയാളാണ്. ഇപ്പോൾ ഒരു കാര്യത്തിനായി 150 രൂപ ചന്ത നൽകിയിരുന്നു. ഇപ്പോൾ ഈ ജോലിക്കായി 200 രൂപ അയച്ചു നൽകിയിരിക്കുന്നു. എത്രമാത്രം തവക്കലുള്ള വ്യക്തി എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ മുഴുവൻ സാധനങ്ങൾ നാം നോക്കുകയാണെങ്കിൽ എല്ലാ സ്വത്തും 50 രൂപയേക്കാൾ കൂടുതൽ വരുന്നതല്ല. പറയുന്നു, അദ്ദേഹം എഴുതുന്നു, ക്ഷാമകാലമാണ്. ഭൗതിക വ്യാപാരത്തിൽ വ്യക്തമായ നാശം കാണുന്നു. അതിനാൽ ദീനിന്റെ കച്ചവടം നടത്തുക എന്നത് ഉചിതമായിട്ടുള്ളതാണെന്ന് മനസ്സിലാകുന്നു. അതിനാൽ എന്താണ് എന്റെ പക്കലുള്ളത് മുഴുവനും അയച്ചിരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് ആളുകളുടെ ഉദാഹരണം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം തന്റെ ഗ്രന്ഥങ്ങളിലും മൽഫൂസാത്തുകളിലും വിവരിച്ചിട്ടുണ്ട്. അവർ തങ്ങളുടെ ആവശ്യങ്ങളെ ഗൗനിക്കാതെ മതപരമായ ഉദ്ദേശങ്ങൾക്കായി ദ്രുതഗതിയിൽ ചെലവഴിച്ചു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ജമാഅത്തിന് ഈ ത്യാഗങ്ങളുടെ ഉണർവ് എപ്രകാരമായിരുന്നുവെന്നാൽ ഒന്നിനു ശേഷം അടുത്തു വരുന്ന തലമുറ ത്യാഗം ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. ദൂരദേശങ്ങളിൽ വസിക്കുന്ന ആളുകൾ പിന്നീട് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നവർ
അവരും ഈ പൂർവികരുടെ ത്യാഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഇന്ന ലക്ഷ്യത്തിനായി ത്യാഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ വചനം കേട്ടുകൊണ്ട് ത്യാഗത്തിന്റെ ആത്മാവ് മനസ്സിലാക്കുകയും ചെയ്ത് അവർ നടത്തുന്ന ഉദാഹരണങ്ങൾ അത്ഭുതമുണ്ടാക്കുന്നു. ധനികരെക്കാൾ അധികമായി മധ്യനിരയിലെ ആളുകളും ദരിദ്രരുമാണ് ഈ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നത്. അതിശയകരമായ മാതൃക കാണിക്കുന്നു. ഞങ്ങളുടെ നിസ്സാരമായ ത്യാഗത്തിലൂടെ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുക എന്ന വിചാരം അവർക്കില്ല. എന്നാൽ അവർ അള്ളാഹുവിന്റെ ഈ വചനത്തെ മനസ്സിലാക്കുന്നു. അതിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചും തങ്ങളുടെ ആത്മാക്കളെ ദൃഢപ്പെടുത്തിക്കൊണ്ടും തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവരുടെ നില പീഠഭൂമിയിലുള്ള ഒരു തോട്ടത്തിന്റേതുപോലെയാണ്. അതിന് കനത്ത മഴ ലഭിച്ചു. അങ്ങനെ അത് അതിന്റെ ഫലം ഇരട്ടിയായി നൽകി. ഇനി അതിന് സമൃദ്ധമായ മഴ ലഭിച്ചില്ലെങ്കിൽ തന്നെയും ലഘുവായ മഴയായാലും അതിലും മതിയാവും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ദരിദ്ര സമൂഹത്തിന്റെ ത്യാഗം തൽ അഥവാ മഞ്ഞുതുള്ളി കണക്കാണ്. ചെറിയ ഈ നനവ് നിസാരമായ ത്യാഗത്താൽ ദീനാകുന്ന തോട്ടത്തിന് അത് ലഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അളവറ്റ ഫലമാണ് അതുണ്ടാക്കുക. നാം കാണുന്നു, ദരിദ്ര ജമാഅത്തായിരുന്നിട്ടുകൂടി നാം ലോകത്തിലെ എല്ലാ സ്ഥലത്തും ദീനിന്റെ പ്രചരണവും സൃഷ്ടി സേവന കാര്യങ്ങളും ചെയ്തു വരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നീട് നമ്മുടെ ജോലികളിൽ അള്ളാഹു എത്രമാത്രം അനുഗ്രഹം നൽകുന്നുവെന്നാൽ ലോകം അത് കണ്ട് അത്ഭുതപ്പെടുന്നു. ഇത്ര ചെറിയ മാർഗങ്ങളിലൂടെ നിങ്ങൾ ഇത്ര അധിക ജോലികൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഇപ്രകാരം സംഭവിക്കുന്നത് കാരണം ഈ ത്യാഗം വരിക്കുന്ന സമൂഹം ആഗ്രഹിക്കുന്നത് അള്ളാഹു പറഞ്ഞ സമൂഹത്തോടൊപ്പം ചേരാൻ. അവരുടെ ഉദാഹരണം അള്ളാഹു ഇത്തരത്തിലാണ് നൽകുന്നത്, ചേരാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അവരുടെ ഉദാഹരണം നൽകുന്നത് ഇത്തരത്തിലാണ്. യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അവരുടെ ധനം അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ലക്ഷ്യമെങ്കിൽ അതിൽ ഫലവും ഒരുപാടുണ്ടാകുന്നതാണ്, അനുഗ്രഹവും ഒരുപാടുണ്ടാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ത്യാഗങ്ങളുടെ ഉദാഹരണങ്ങൾ ഇന്നും കാണുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിന്ന് ചിലത് സമർപ്പിക്കുകയാണ്. ഖാദിയാനിൽ നിന്ന് ആയിരക്കണക്കിന് വിദൂരത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി അഹമ്മദിയത്തിന്റെയും യഥാർത്ഥ ഇസ്ലാമിന്റെയും അടിത്തട്ടിൽ എത്തിച്ചേരുമ്പോൾ അവളുടെ ചിന്താഗതിക്ക് എപ്രകാരമാണ് മാറ്റം സംഭവിക്കുന്നത്? ത്യാഗങ്ങളുടെ ഏതൊരു ഉൾക്കാഴ്ചയാണ് അവൾക്ക് ലഭിക്കുന്നത്? ആ സംഭവം ഈ പെൺകുട്ടിയുടെ ഭാഷയിൽ തന്നെ കേൾക്കുക. ഉഗാണ്ടയിൽ വസിക്കുന്ന പെൺകുട്ടിയാണ്. നിരക്ഷയല്ല, മറിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. പറയുന്നു, കഴിഞ്ഞ ജൂലൈയിൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നതിന് മുമ്പായി എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്നാൽ അതിനായി തുക മതിയായിരുന്നില്ല. എന്റെ ചന്തയ്ക്കും കുടിശ്ശിക ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ തുക ചന്തയ്ക്കായി നൽകി. അള്ളാഹു തീർച്ചയായും എന്നെ സഹായിക്കുമെന്ന് എന്റെ ഉറച്ച വിശ്വാസമായിരുന്നു. ഞാൻ എന്റെ ചന്ത നൽകിയതിൽ തൃപ്തിയായിരുന്നു. ഒരു മാസത്തിനു ശേഷം
അതായത് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് 3 ദിവസം ബാക്കിയുള്ളപ്പോൾ എന്റെ ഒരു അമ്മായി എന്റെ മാതാവിന് ഫോൺ ചെയ്തു. ഞാൻ എപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് എന്ന് അന്വേഷിക്കുകയും എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഞാൻ വൈകുന്നേരം അവരുടെ വീട്ടിലെത്തിയപ്പോൾ അവർ എനിക്ക് കുറച്ച് പണം നൽകി. അത് യൂണിവേഴ്സിറ്റിയിലെ ആവശ്യങ്ങളെക്കാളും 10 മടങ്ങ് അധികമായിരുന്നു. ഈ തുക ചന്ത ഞാൻ നൽകിയ തുകയേക്കാൾ 10 ഇരട്ടി അധികമായിരുന്നു. ഇത്തരത്തിൽ അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചു. എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത് നിന്ന് എനിക്കത് നൽകുകയും ചെയ്തു. ഇന്ത്യയിലെ ഒരു സാഹിബിനെ കുറിച്ച് അവിടെയുള്ള ഇൻസ്പെക്ടർ കമറുദ്ദീൻ സാഹിബ് എഴുതുന്നു, കേരളത്തിലെ മഞ്ചേരി ജമാഅത്തുമായി ബന്ധമുള്ള ഒരു സാഹിബ് റക്സിന്റെ വ്യാപാരമാണ് നടത്തുന്നത്. പറയുന്നു, ഞാൻ ചന്ത വഖഫെ ജദീദ് വസൂല് ചെയ്യുന്നതിനായി അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പറയപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഒരുപാട് പണം കുടുങ്ങിക്കിടക്കുകയാണ്, വളരെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ തുകയുടെ ചെക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ സമയം അക്കൗണ്ടിൽ ഇത്ര വലിയ തുകയില്ല, എന്നാൽ എത്രയും വേഗം ഇത് നൽകുന്നതിനായി വിനീതൻ ദുആ ചെയ്യുന്നതാണ്. പറയുന്നു, പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ചെക്ക് നൽകിയ ശേഷം എന്റെ അക്കൗണ്ടിൽ വലിയ തുക വന്നിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ആ ചെക്ക് കാശാക്കി മാറ്റിയാലും. പറയാൻ തുടങ്ങി, ഇത് ചന്തയുടെ ബർക്കത്താണ്. ഇത്ര വേഗം തന്നെ അല്ലാഹു ഈ സാധനം ഉണ്ടാക്കി നൽകി. പിന്നീട് കിഴക്കൻ ആഫ്രിക്കയിൽ തൻസാനിയ എന്ന ദേശത്ത് വസിക്കുന്ന ഒരു വിധവയായ സ്ത്രീയുടെ ഉദാഹരണമാണ്. അവരെക്കുറിച്ച് അവിടെയുള്ള അമീർ സാഹിബ് എഴുതുന്നു, തൻസാനിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, റഗൌണ്ട ടൗണിന്റെ മുഅല്ലിം സാഹിബ് ഒരു വിധവയായ ആമിന സാഹിബയുടെ അടുക്കൽ ചന്ത വഖഫെ ജദീദ് വസൂല് ചെയ്യുന്നതിനായി ചെന്നു. അവർ വളരെ ദുഃഖഹൃദയത്തോടുകൂടി പറഞ്ഞു, ഈ സമയം കൈവശം ഒന്നും തന്നെയില്ല. എവിടെയെങ്കിലും സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ സ്വയം അതുമായി ഹാജരാകുന്നതാണ്. മുഅല്ലിം സാഹിബ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ആ സ്ത്രീ 10,000 ഷിറിനുമായി ഹാജരായി. പറഞ്ഞു, ഈ തുക എവിടെ നിന്നോ വന്നതായിരുന്നു. ആദ്യം താങ്കൾക്ക് നൽകാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചന്ത നൽകുകയും എന്റെ ആവശ്യം പിന്നീട് പൂർത്തിയാക്കുകയും ചെയ്യാമെന്ന് കരുതി. എന്റെ വാഗ്ദാനം 25,000 ആണ്. ബാക്കി 15,000 രൂപയും ലഭിച്ചാലുടൻ അതും കൊണ്ടുവന്ന് നൽകുന്നതാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ആ തുകയുമായി പിന്നീട് അവർ വന്നു. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ പെരുമാറ്റം നോക്കുക. ഞാൻ 10,000 അവന്റെ മാർഗത്തിൽ നൽകിയപ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു എനിക്ക് 35,000 നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് 15,000 ബാക്കി ചന്ത നൽകുന്നതിന് ശേഷം എന്റെ പക്കൽ 20,000 ബാക്കിയുണ്ടാകും. ഇത് അല്ലാഹുവിന്റെ ആനുകൂല്യവും ചന്തയുടെ അനുഗ്രഹവുമാണ്. ഇത്തരത്തിൽ അവരുടെ വിശ്വാസത്തിന് വർധനവുണ്ടായി. പിന്നീട് മധ്യ അമേരിക്കയിലെ ഒരു രാജ്യം കോങ്കോ, ആ സമൂഹത്തിലെ ആളുകളിൽ എപ്രകാരമാണ് ത്യാഗത്തിന്റെ ആത്മാവ് ഉണ്ടായത്? അവരുടെ ത്യാഗത്തിന്റെ ആത്മാവ് മനസ്സിലാക്കുന്ന തരുന്ന ഒരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. അവിടെയുള്ള മുബല്ലിഗ് റമീസ് സാഹിബ് എഴുതുന്നു, കാലൂബായി ജമാഅത്തിലെ ഒരു ദായിലല്ല സയ്യദി സാഹിബ് പരിസരത്തുള്ള ജമാഅത്തുകളുടെ പര്യടനം നടത്തിയിരുന്നു, തബ്ലീഗ് നടത്തിയിരുന്നു. ഈ കാലങ്ങളിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവസ്ഥകൾ വിപരീതമായിരുന്നിട്ടും അദ്ദേഹം തന്റെ ഹൽക്കയിലുള്ള മുഴുവൻ ജമാഅത്തിന്റെയും പര്യടനം നടത്തി. പര്യടനത്തിന് വേണ്ടിയും അനുഗ്രഹം നേടുന്നതിനുമായി യാത്രാക്കൂലി തന്റെ കീശയിൽ നിന്ന് തന്നെ മോശം അവസ്ഥയായിരുന്നിട്ട് കൂടി അദ്ദേഹം ചെലവഴിച്ചു. അങ്ങനെ തന്റെ പര്യടനത്തിൽ 50,000 തുക വഖഫെ ജദീദിനായി സ്വരൂപിച്ചു. പറഞ്ഞു, ഞാനൊരു പഴയ അഹമ്മദിയാണ്. എനിക്ക് യുവാക്കൾക്കായി ഒരു മാതൃക ആവേണ്ടതാണ്. പഴയ അഹമ്മദ് എന്ന് പറഞ്ഞാൽ എത്ര പഴക്കം കാണും? 15-20 വർഷം കൂടിയാൽ. അദ്ദേഹത്തിന്റെ പ്രായം 60 വയസ്സാണ്. എന്നാൽ അധ്വാനത്തോടെ ഒരു വശത്ത് തബ്ലീഗിന്റെ ജോലി ചെയ്യുന്നു, മറുവശത്ത് അതോടൊപ്പം ചന്തയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു.
ഈ ഒരു ആത്മാവാണ് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചതിന് ശേഷം വിദൂര സ്ഥലങ്ങൾ വസിക്കുന്ന ഇവരിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ യാത്രയ്ക്കായി യാതൊരു മാർഗവും പോലുമില്ല. വെള്ളം ഒരുപാടുള്ളതിനാൽ അധികവും തോണിയിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ വലിയ ദൂരമാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇനി പശ്ചിമ ആഫ്രിക്കയിലെ ബെനിൻ ദേശത്തെ ഒരു അഹമ്മദിയുടെ ഉദാഹരണം നോക്കുക. അഹമ്മദി ആയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. എന്നാൽ ത്യാഗം വരിക്കാനുള്ള ആത്മാവ് എത്ര അധികമാണെന്ന് മാത്രമല്ല, പഴയ ആളുകൾക്ക് ഒരു മാതൃക കൂടിയാണ്. അവിടുത്തെ മുബല്ലിഗ് മുസഫർ സാഹിബ് എഴുതുന്നു, പൂനി റീജിയനിലെ ഒരു ഗ്രാമം റിക്കാവോയിൽ ഈ വർഷം ജമാഅത്ത് രൂപീകരിച്ചു. അവിടെ താമസിക്കുന്നവർ പൊതുവിൽ മീൻ പിടിച്ച് വ്യാപാരം നടത്തുന്നവരാണ്, അരയന്മാരാണ്. അതിലാണ് അവരുടെ വരുമാനം നടക്കുന്നത്. ലോക്കൽ മിഷണറി ഇവരെ ചന്തയിലേക്ക് ക്ഷണിച്ചു. ധനപരമായി ബലഹീനതയുള്ള ഒരു സഹോദരൻ ഉടൻ തന്നെ ഈ പദ്ധതിയിൽ ലബേക്ക് പറഞ്ഞുകൊണ്ട് 1000 ഫ്രാങ്ക് ത്യാഗം ചെയ്യുന്നതിനായി സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അവസ്ഥ അത്ര മെച്ചപ്പെട്ടതല്ല, എന്നാൽ ഇത് ഏത് ജമാഅത്തിലാണ് ഞാൻ അംഗത്വം സ്വീകരിച്ചത്, അതിൽ നിന്ന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖിലാഫത്തുമായുള്ള ബന്ധവും ഖുത്ബയുടെ സ്വാധീനം ആളുകളിൽ എപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്നതിനും ത്യാഗത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായത് പ്രകാരമാണ് എന്നതിനും ഒരു ഉദാഹരണം പശ്ചിമ ആഫ്രിക്കയിലെ രാജ്യമായ ബുക്കീനോ ഫാസോയിലെ ചില യുവാക്കളുടേത് നോക്കുക. അഹമ്മദിയായിട്ട് ഇവർക്ക് അധികകാലം ഉണ്ടായി കാണില്ല. എന്നാൽ നിലവാരം എന്താണ്? അമീൻ ഗറോലി സാഹിബ് മുറബി എഴുതുന്നു, അവിടെയുള്ള ദഫോറ റീജിയനിലെ കഴിഞ്ഞ വർഷത്തെ അവസാനയുള്ള 2016 ഡിസംബർ 30 പുതുവർഷത്തിന്റെ ആരംഭത്തെക്കുറിച്ച് നൽകിയ ഖുതുബ കേട്ട് അവിടെയുള്ള ദഫോറി റീജിയനിലെ ചില യുവാക്കൾ ഇപ്പോൾ പുതുതായി അഹമ്മദിയായവരാണ്. മറ്റു ചില പഴയ ആളുകളും ഖുതുബ കേട്ടയുടൻ വീട്ടിൽ പോവുകയും പുതുവർഷത്തിനായി എന്താണ് സ്വരൂപിച്ചു വെച്ചിരുന്നത് അത് കൊണ്ടുവന്ന് വഖഫ് ജദീദ് നൽകി. എന്നിട്ട് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫ പുതുവർഷം ആഘോഷിക്കേണ്ട രീതി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ തുക ചന്തയായി നൽകുകയും രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് പുതുവർഷം ആഘോഷിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ അവർ ആ ദിവസം 76,000 ഫ്രാങ്ക് സിഫ ചന്തയായി നൽകി. പശ്ചിമ ആഫ്രിക്കയിലെ തന്നെ ഒരു രാജ്യം എവറിക്കോസ്റ്റിലെ ഒരു ചെറിയ ഒരു ജമാഅത്തിന്റെ ത്യാഗം നോക്കുക. അവിടെയുള്ള വാക്കിയ റീജിയനിലെ മുഅല്ലിം മഹ്മൂദ് ഹുസൈൻ സാഹിബ് എഴുതുന്നു, ഞങ്ങളുടെ റീജിയനിലെ ഒരു ഗ്രാമം നെയ ഗൂഗു, അവിടെയുള്ള ആളുകൾ ഈ വർഷമാണ് ജമാഅത്തിൽ പ്രവേശിച്ചത്. ഒരു വർഷമായി. ഇപ്പോൾ പറയുന്നു, ഞാൻ ഈ നവ അഹമ്മദികളെ വഖഫ് ജദീദിലും ജലസ സലാനയിലേക്കും പങ്കെടുക്കുന്നതിന് ആഹ്വാനം നൽകി. ഈ നവ അഹമ്മദികളോട് പറഞ്ഞു, എല്ലാ അഹമ്മദികളും വഖഫ് ജദീദിലും തഹരീക്ക് ജദീദിലും പങ്കെടുക്കണമെന്ന് കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശമാണ്. പറയുന്നു, ഞാൻ വിചാരിച്ചത് കുറച്ചാളുകൾ അല്പം കുറച്ച് ചന്തയായി നൽകുമെന്നാണ്. കാരണം അവിടെ ദാരിദ്ര്യം അധികമായിരുന്നു. എന്നാൽ അവസ്ഥ അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളും തങ്ങളുടെ ചന്ത വഖഫ് ജദീദ് നൽകുകയും എന്ന് മാത്രമല്ല, ഒരു വ്യക്തി വഖഫ് ജദീദ് നൽകിയതോടൊപ്പം 6000 കിലോമീറ്റർ യാത്ര ചെയ്ത് ജലസയിൽ പങ്കെടുക്കുകയും ചെയ്തു. ത്യാഗത്തിന്റെ ഒരു ഉദാഹരണവും അള്ളാഹുവിന്റെ പെരുമാറ്റവും നോക്കുക. തൻസാനിയയിലെ മുബല്ലി യൂസുഫ് സാഹിബ് എഴുതുന്നു, ഒരു അഹമ്മദി കാലിന് വൈകല്യമുണ്ടായിരുന്നു. ആ വൈകല്യം കാരണം യാതൊരു ജോലിയും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. തൻസാനിയയുടെ എല്ലാ സ്ഥലത്തും ഇപ്പോഴും വൈദ്യുതിയുടെ സംവിധാനം ഉണ്ടായിട്ടില്ല. അതുമൂലം ചിലർ തങ്ങളുടെ വീടുകളിൽ സോളാർ പാനൽ ഉപയോഗിച്ച് ഒരു ബൾബ് കത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. നമ്മുടെ ഈ അഹമ്മദി സഹോദരനും ചെറിയ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് ആളുകളുടെ മൊബൈൽ ചാർജ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു. അല്പം കുറച്ച് വരുമാനമുണ്ടായാൽ തന്നെയും അതനുസരിച്ച് കൃത്യമായി ചന്ത നൽകിയിരുന്നു.
ഒരു ദിവസം നമ്മുടെ മുഅല്ലിം അദ്ദേഹത്തോട് ചന്ത നൽകുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ 2 ദിവസത്തിൽ 2000 ഷെറിംഗ് വരുമാനമുണ്ടായിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് തന്നെ സമർപ്പിക്കുകയാണ്. മുഅല്ലിം സാഹിബ് പറഞ്ഞു, താങ്കൾ ഇത് മുഴുവൻ ചന്തയായി നൽകിയാൽ വീട്ടിലുള്ള കുട്ടികൾക്ക് എന്താണ് തിന്നാൻ നൽകുക? അള്ളാഹു റസാഖാണ്, അവൻ സ്വയം അതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മുഅല്ലിം സാഹിബ് പറയുന്നു, ഞാൻ അതിനായി രസീറ്റ് മുറിച്ച ഉടൻ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ അടുക്കൽ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനായി വന്നു. അദ്ദേഹം ചന്ത നൽകിയതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് വരുമാനമുണ്ടായി. അപ്പോൾ അഹമ്മദി സഹോദരൻ മുഅല്ലിം സാഹിബിനോട് പറഞ്ഞു, അള്ളാഹു ചന്ത നൽകിയത് മൂലം എത്ര അനുഗ്രഹമാണ് നൽകിയതെന്ന് താങ്കൾ കണ്ടില്ലേ? ഈ സമയത്ത് തന്നെ അതിൽ കൂടുതൽ തിരിച്ചു നൽകി. പിന്നീട് ത്യാഗം വരിക്കുന്നവർക്ക് അള്ളാഹു ത്യാഗം വരിച്ചതിനു ശേഷം എപ്രകാരമാണ് അധികമായി നൽകുന്നത് എന്നും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതിലേക്ക് ഒരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. തൻസാനിയയിലെ ഷാഖ റീജനിലെ ഒരു സുഹൃത്തിന്റെ മകന് അതിശക്തമായ മലേറിയ പിടിപെട്ടു. ചികിത്സയ്ക്കായി കീശയിൽ 1500 ഷില്ലിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സെക്രട്ടറിമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു ചന്തയെക്കുറിച്ച് പറഞ്ഞു. ഉടൻ അദ്ദേഹം കീശയിൽ നിന്ന് ആ തുകയെടുത്ത് സെക്രട്ടറിമാരിന് നൽകി. ഈ സുഹൃത്ത് പറഞ്ഞു, ആദ്യം ഞാൻ വിചാരിച്ചത് മകന് ചികിത്സയ്ക്കുള്ള പണം എവിടെ നിന്ന് വരും എന്നായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് തോന്നി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്താൽ അള്ളാഹു സ്വയം അതിനുള്ള സംവിധാനം ഒരുക്കുന്നതായിരിക്കും. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരു പട്ടണത്തിൽ നിന്ന് തന്റെ മൂത്ത മകൻ ഫോൺ ചെയ്തു, ഞാൻ 8000 ഷെല്ലിംഗ് അയക്കുകയാണ്. ആ ദിവസം തന്നെ അദ്ദേഹത്തിന് ആ പണം ലഭിച്ചു. കുട്ടിയുടെ ചികിത്സയും നടന്നു. മറ്റദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും പൂർത്തിയായി. പറയുന്നു, അള്ളാഹു അതിലും അധികമായി എനിക്ക് തിരിച്ചു നൽകി. ഈ സംഭവം അദ്ദേഹം മറ്റുള്ളവരോടും പറയുന്നു. പ്രാദേശിക അഹമ്മദികളിൽ ചന്തയുടെ പ്രാധാന്യം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നെ പശ്ചിമ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ മാലിയിലെ ഒരു വ്യക്തിയുടെ ത്യാഗപൂർണമായ സംഭവമാണ്. അവിടെയുള്ള അഹമ്മദ് ബിലാൽ സാഹിബ് മുബല്ലിഗ് എഴുതുന്നു, ചക്കാസോ റീജനിലെ ഒരു സുഹൃത്ത് 2013 അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അഹമ്മദിയത്ത് സ്വീകരിക്കുന്ന സമയത്ത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരുന്നു. കടബാധ്യതയോടൊപ്പം മറ്റു പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന്റെ സമയം അടുത്തെത്തിയിരുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം ചന്തയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം ചന്ത കൃത്യമായി നൽകുന്നതാണെന്ന് സ്വയം ഒരു പ്രതിജ്ഞയെടുത്തു. അങ്ങനെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. പ്രയാസമേറിയ സന്ദർഭമായിരുന്നിട്ട് കൂടി അദ്ദേഹം തന്റെ അവസ്ഥയനുസരിച്ച് ചന്ത നൽകിക്കൊണ്ടിരുന്നു. പറയുന്നു, ചന്തയുടെ അനുഗ്രഹത്താൽ നോക്കി നിൽക്കെ അള്ളാഹുവിന്റെ സഹായത്താൽ എന്റെ എല്ലാ കടവും വീട്ടി. കുടുംബപരമായ പ്രശ്നങ്ങൾ അവസാനിച്ചു. സർക്കാരിൽ നിന്ന് എന്റെ സ്ഥാനത്തിന് ഉയർച്ചയും ലഭിച്ചു. എന്റെ റിട്ടയർമെന്റും നീട്ടിവെക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വസിയത്ത് പദ്ധതിയിലും അംഗമായിരിക്കുന്നു. സെറാലിയൂണിൽ നിന്ന് മുനീർ ഹുസൈൻ സാഹിബ് മുബല്ലിഗ് എഴുതുന്നു, വുകാജിവു എന്ന ജമാഅത്തിലെ ഒരു അഹമ്മദി സ്ത്രീ 4000 ലിയോണിന്റെ വാഗ്ദാനം നൽകിയിരുന്നു. വരുമാനത്തിന് പ്രത്യേകമായി യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു തോട്ടത്തിൽ മരച്ചീനി നട്ടിരുന്നു. കസാവ ഇത് ഒരു ചെടിയാണ്. അതിന്റെ രൂപം കരിമ്പിന്റെ പോലെ നീണ്ടതും അതിന്റെ വേര് തിന്നാൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അത് വിൽപ്പന നടത്തിയാണ് ജീവിച്ചിരുന്നത്. ചന്ത നൽകേണ്ട സമയമെടുത്തപ്പോൾ സെക്രട്ടറി വസൂലി ചെയ്യുന്നതിനായി എത്തി. ചന്തയ്ക്ക് വേണ്ടി അവർ സ്വരൂപിച്ച പണം ഏതോ മകൻ അവിടെ നിന്ന് എടുത്ത് ചെലവ് ചെയ്തു. അത് കാരണം അവർ വളരെ വിഷമത്തിലായിരുന്നു. ഇനി ഈമാന്റെ അവസ്ഥ നോക്കുക. ഇവരുടെ ഒരു മകൻ മദ്യശാലയിൽ ജോലി ചെയ്തിരുന്നു. നിർബന്ധാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ശരിയായ നിലയിൽ വിശ്വാസം വന്ന് കാണില്ല. ഞാൻ കടമായി നൽകാമെന്ന് അവൻ പറഞ്ഞു. അതിനെ ഈ സ്ത്രീ ശക്തമായി എതിർത്തു. ഈ പൈസ ഹലാലല്ല, അതുകൊണ്ട് ആ തുകയിൽ നിന്ന് എനിക്ക് ചന്ത നൽകാൻ സാധിക്കില്ല. ഇതാണ് വിശ്വാസത്തിനോടുള്ള കൂറ്. പിന്നീട് അള്ളാഹു ചെയ്ത പെരുമാറ്റം നോക്കുക. പിന്നീട് അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നതാണ് ചന്തയുടെ ഉദ്ദേശം. പിന്നെ അള്ളാഹു എങ്ങനെയാണ് പെരുമാറിയത് പറയുന്നു. ഈ സമയം അപരിചിതനായ ഒരു മനുഷ്യൻ വന്നു.
അയാളെ ഇവർക്ക് തീരെ പരിചയമില്ലായിരുന്നു. അയാൾ ഇവർക്ക് 10,000 ലിയോൺ നൽകി. ഇവർ 4,000 ലിയോണിന് പകരമായി 10,000 ലിയോൺ ചന്തയായി നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് ചന്ത നൽകാൻ വേണ്ടി മാത്രമായിട്ടാണ് അള്ളാഹു എനിക്ക് നൽകിയത്. അടുത്ത വർഷത്തേക്കായി അവർ 10,000 ലിയോൺ ചന്ത നൽകാനുള്ള വാഗ്ദാനവും എഴുതി. സെറാലിയോണിലെ വക്കീൽ സാഹിബ് മുബല്ലിഗ് പറയുന്നു, ജോറിജ ബോ റീജനിലെ ഒരു നവാഹമദി സുഹൃത്തിന്റെ ഭൂമിയെ സംബന്ധിച്ച് ഒരു നീണ്ടകാലമായി വഴക്ക് നടക്കുകയായിരുന്നു. എതിർ കക്ഷി ഒരുപാട് സ്വാധീനവും സ്ഥാനവുമുള്ള ആളുകളായിരുന്നു. പ്രത്യക്ഷത്തിൽ കേസ് ജയിക്കാനുള്ള യാതൊരു മാർഗവും കണ്ടിരുന്നില്ല. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പള്ളിയിൽ വന്ന് ധനത്യാഗത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിന്തിച്ചു, ഞാനും ചന്ത നൽകിയേക്കാം. ക്രിസ്തുമതത്തിൽ നിന്നാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. ഒരുപക്ഷെ ഈ ചന്തയുടെ അനുഗ്രഹത്താൽ എന്റെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കുമായിരിക്കും. അങ്ങനെ അദ്ദേഹം തന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ചന്ത നൽകി. ഇതിന് കുറച്ചു കാലത്തിനു ശേഷം പ്രത്യക്ഷത്തിൽ അസാധ്യമായി തോന്നിയിരുന്ന കേസിന്റെ തീരുമാനം തനിക്ക് അനുകൂലമായി. ഈ സുഹൃത്ത് പറയുന്നു, ഇതെല്ലാം ധനത്യാഗത്തിന്റെ അനുഗ്രഹത്താലാണ് സംഭവിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാൻഗു കുജാസായിലെ ഷാഹിദ് സാഹിബ് മുബല്ലിഗ് എഴുതുന്നു, ഒരു സ്ത്രീ ചെറിയ നിലയിൽ കച്ചവടം നടത്തിയിരുന്നു. അവർ പറയുന്നു, വർഷാരംഭത്തിൽ രാജ്യത്തിന്റെ അവസ്ഥ കാരണത്താൽ ഈ കച്ചവടത്തിൽ ലാഭമുണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വഖഫ് ചെയ്തതിന്റെ മുഴുവൻ തുകയും നൽകി. അള്ളാഹുമായി ചെയ്ത കച്ചവടം ഒരിക്കലും നഷ്ടത്തിലാവില്ല എന്ന് ചിന്തിച്ചു. വിവരിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ കച്ചവടത്തിന് ലാഭമുണ്ടായി. രാജ്യത്തിന്റെ മോശം അവസ്ഥയായിരുന്നിട്ട് കൂടി കച്ചവടത്തിന് യാതൊരു നഷ്ടവും ഉണ്ടായില്ല. ഇനി അഹമ്മദികളുടെ ത്യാഗം മറ്റുള്ളവരിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്? ഇതും തബ്ലീഗിനുള്ള മാർഗം തുറക്കുന്നതാണ്. ബംഗ്ലാദേശിലെ അമീർ സാഹിബ് പറയുന്നു, 3 സുഹൃത്തുക്കളെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് തബ്ലീഗ് ചെയ്തിട്ടും ഒരാളും ബയ്യത്ത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ജുമാ ദിവസം ഈ 3 സുഹൃത്തുക്കളും മസ്ജിദിൽ ജുമാ ഖുത്ബയിൽ വഖഫെ ജദീദിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ജുമാ നമസ്കാരത്തിന് ശേഷം ആളുകൾ ചന്ത നൽകുന്നതിനായി ക്യൂ ഉണ്ടാക്കി നിന്നു. ഈ ദൃശ്യം കണ്ട ഈ 3 സുഹൃത്തുക്കൾ പറഞ്ഞു, ചന്ത വാങ്ങുന്നതിനായി ഞങ്ങളുടെ മൗലവിമാരുടെ തൊണ്ടയും നാവും ഉണങ്ങിപ്പോകാറുണ്ട്. എന്നിട്ടും ജനങ്ങൾ ചന്ത നൽകാറില്ല. എന്നാൽ ഇവിടെ ചെറിയ ഒരു വിളംബരം നടത്തുന്നു. ആളുകൾ ചന്ത നൽകാൻ വേണ്ടി ക്യൂ ഉണ്ടാക്കി നിൽക്കുന്നു. ഇതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആത്മാവ്. അങ്ങനെ ഈ 3 സുഹൃത്തുക്കളും ഈ ദൃശ്യം കണ്ടുകൊണ്ട് ബയ്യത്തിന് വേണ്ടി തയ്യാറായി. വഖഫെ ജദീദിന്റെ കണക്കിൽ ചന്തയും അവർ നൽകി. പിന്നീട് ബെനിൻ റീജനിലെ അബ്ദുല്ല സാഹിബ് മുഅല്ലിം എഴുതുന്നു, ഒരു നവ അഹമ്മദികളുടെ ജമാഅത്തിൽ ചന്ത വസൂൽ ചെയ്യുന്നതിനായി പര്യടനം നടത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു നവ അഹമ്മദി ഹാജി അബൂബക്കർ സാഹിബ് ചോദിച്ചു, ഈ ചന്ത എവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തിന് സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ നിലയിൽ അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് പറയപ്പെട്ടു, അഹമ്മദിയ ജമാഅത്ത് ഈ ചന്ത കൊണ്ട് മസ്ജിദുകൾ പണിയുന്നു, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ, മതപരമായ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അതുപോലെ ഈ ചന്ത കൊണ്ട് ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ നിർമ്മിക്കുന്നു. ചുരുക്കത്തിൽ ചന്തയായി നൽകുന്ന ഓരോ പൈസയും ദീനിന്റെ കാര്യത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അബൂബക്കർ സാഹിബ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, മറ്റു മൗലവിമാർ എന്റെ കയ്യിൽ നിന്ന് സകാത്തും ദാനവും വാങ്ങുന്നതിനായി വരാറുണ്ട്. എന്നാൽ ഈ പൈസ എവിടെ ഉപയോഗിക്കുന്നു എന്നവർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ സംസാരത്തിന് ശേഷം ഉടൻ അദ്ദേഹം ചന്ത നൽകി പറഞ്ഞു, ഞാൻ ഇനി മുതൽ ജമാഅത്തിന്റെ ചന്തകളിൽ കൂടുതലായി പങ്കെടുക്കുന്നതാണ്. ഈ കാലഘട്ടത്തിലും നാം നോക്കുകയാണെങ്കിൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിന് ത്യാഗത്തിൽ മുന്നേറുന്ന ആളുകളെ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ അഹമ്മദികളായിരിക്കും. ദിവസങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന തുടുപ്പ് അവരവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ ഇത് മെച്ചപ്പെട്ട അവസ്ഥകൾ കഴിയുന്ന ആളുകളും ഓർക്കേണ്ടതാണ്. എന്നു മാത്രമല്ല, അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യമാണ്. അള്ളാഹു അവർക്ക് സാമ്പത്തിക വിശാലത നൽകിയിരിക്കുന്നു. വികസിത രാജ്യങ്ങളിൽ വസിക്കുന്നു. എന്നാൽ അവരുടെ ത്യാഗങ്ങൾ
വെറും നിസ്സാര നിലയിൽ ആയിരിക്കും. ഇവിടെയും ഒരുപാട് പേര് അസാധാരണമായ നിലയിൽ ത്യാഗം ചെയ്യുന്നവരുണ്ട്. എന്നാൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള സമ്പന്നർ ഇതിലേക്ക് വളരെ കുറച്ച് ശ്രദ്ധ മാത്രമാണ് നൽകുന്നത്. അവർക്ക് ഈ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. ജനുവരിയുടെ ആദ്യ ജുമായിൽ വഖഫെ ജദീദിന്റെ പുതുവർഷ വിളംബരം നടത്തുന്ന രീതി അനുസരിച്ച് ഈ ചില സംഭവങ്ങൾക്ക് ശേഷം ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ നിന്ന് ചിലത് മാത്രമാണ് ഞാൻ എടുത്തത്. ചന്തയുടെ പ്രാധാന്യത്തെ വിവരിച്ചതിന് ശേഷം വഖഫെ ജദീദിന്റെ 60-ാം വർഷം വിളംബരം നടത്തുകയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും പറയുന്നതാണ്. വസൂലി എന്താണ്? വഖഫെ ജദീദിന്റെ വർഷം 31 ഡിസംബറിന് അവസാനിക്കുന്നു. 2016 ഡിസംബർ 31 വഖഫെ ജദീദിന്റെ 59-ാം വർഷം അവസാനിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ ജമാഅത്തുകൾ ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വഖഫെ ജദീദിനായി 80,20,000 പൗണ്ടിന്റെ ത്യാഗമാണ് സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് 11,25,000 പൗണ്ട് അധികമാണ്. ഈ വർഷവും പാകിസ്ഥാൻ ലോകരാജ്യങ്ങളിലെ വസൂലിയുടെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന വർധനവ് വരുത്തിയ രാജ്യങ്ങളിൽ ഖാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഖാന, അതിനുശേഷം ജർമ്മനിയാണ്, പിന്നെ പാകിസ്ഥാൻ, കാനഡ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ത്യാഗം വരിച്ചവരിൽ പ്രധാനമായും എടുത്തു പറയേണ്ട രാജ്യങ്ങൾ മാലി, ബുക്കിനോഫാസോ, ലൈംവേരിയ, സൗത്ത് ആഫ്രിക്ക, സെറാലിയൂൺ, ബെനിൻ എന്നിവയാണ്. പാകിസ്ഥാന് പുറമെ മൊത്തമായ വസൂലിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് ആദ്യ 10 രാജ്യങ്ങൾ: 1 UK, യുണൈറ്റഡ് കിങ്ഡം, 2 ജർമ്മനി, 3 ആഫ്രിക്ക, 4 കാനഡ, 5 ഇന്ത്യ, 6 ഓസ്ട്രേലിയ, 7 മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്, 8 ഇന്തോനേഷ്യ, 9 മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു ജമാഅത്ത്, മറ്റൊരു രാജ്യം, 10 ഖാന. അതിനുശേഷം ബെൽജിയവും സ്വിറ്റ്സർലൻഡുമാണ്. ആളോഹരിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക 1-ാം സ്ഥാനത്താണ്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഫ്രാൻസ്, പിന്നെ ജർമ്മനി, ബെൽജിയം, പിന്നെ കാനഡ. UK 1-ാം സ്ഥാനത്ത് എത്തിയിട്ടും ആളോഹരിയിൽ വളരെ പിന്നിലാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം വഖഫെ ജദീദിൽ 13,40,000 ചന്ത നൽകുന്നവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ 1,05,000 പേർ അധികമാണ്. അംഗങ്ങളുടെ വർധനവിന്റെ അടിസ്ഥാനത്തിൽ കാനഡ, ഇന്ത്യ, UK കൂടാതെ ആഫ്രിക്കയിലെ കനാക്കുരി, ക്യാമറൂൺ, കാംബിയ, സെനിഗാൾ, ബെനിയൻ, നൈജർ, കോങ്കോ കഞ്ചാസ, ബുക്കിനോഫാസോ, തൻസാനിയ എന്നിവിടങ്ങളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടന്നു. ഈ വർഷം നൈജീരിയ ശരിയായ ശ്രദ്ധ നൽകിയില്ല. കാരണം അവരുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷ കണക്കനുസരിച്ച് നൈജീരിയയുടെയും മറ്റ് 2 രാജ്യങ്ങളും അധികം നൈജീരിയയുടേതാണ്. അംഗസംഖ്യ ഉണ്ടായാൽ തന്നെ 13 ലക്ഷത്തിന് പകരമായി 14 ലക്ഷം പേർ പങ്കെടുക്കുന്നവർ ഉണ്ടാകുമായിരുന്നു. അതിന്റെ അർത്ഥം അവിടെ വളരെ കൂടുതൽ അലസത ഉണ്ടായി എന്നാണ്. അല്ലെങ്കിൽ റിപ്പോർട്ട് ശരിയായി തയ്യാറാക്കിയില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടാവില്ല. ജമാഅത്ത് അംഗങ്ങളുടെ ആത്മാർത്ഥത അതിനെക്കുറിച്ചാണെങ്കിൽ അതിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അത് ആഫ്രിക്കയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ശരി, ശരിയായ രീതിയിൽ അവരെ സമീപിച്ചു കാണില്ല. പൊതുവിൽ സെക്രട്ടറിമാരിലാണ് അലസത കാണപ്പെടുന്നത്. റബിയിൽ നിന്നൊരു വ്യക്തി എനിക്ക് എഴുതി,
മുഹല്ലയിലെ സദർ ജമാഅത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും ഈ വർഷം നിങ്ങളുടെ വാഗ്ദാനവുമില്ല, വസൂലിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായി നൽകാറുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. പറഞ്ഞു, ഇത് സംഭവിച്ചത് ഇപ്രകാരമാണ്. ഈ വർഷം നമ്മുടെ വഖഫെ ജദീദിന്റെ സെക്രട്ടറി ഇത്ര അലസനായിരുന്നു. കാരണം നമ്മുടെ മുഹല്ലയിലെ ആരിൽ നിന്നും വാഗ്ദാനത്തെ വാങ്ങിയുമില്ല, പിന്നെ ശരിയായ നിലയിൽ വസൂലിയും നടന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സെക്രട്ടറിമാരുടെ അലസതയാണ് അത് കാരണം ആളുകൾക്ക് അനുഗ്രഹം നഷ്ടപ്പെടുന്നു. ഇതുതന്നെയായിരിക്കും നൈജീരിയയിൽ സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുകൂടാതെ അമേരിക്കയും അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. എന്നാൽ അവിടെയും അംഗങ്ങൾ കുറവുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. നൈജീരിയയിലും സാധ്യതയില്ല. എണ്ണം വർദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്ക ആളോഹരിയുടെ നിലവാരത്തെ മാഷാ അല്ലാഹ് വളരെ ഉയർത്തിയിരിക്കുന്നു. 1ാം സ്ഥാനത്താണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ കണക്കിനേക്കാൾ കുറവുണ്ടായ മറ്റു രാജ്യങ്ങളും അംഗങ്ങളുടെ എണ്ണത്തിലേക്ക് ശ്രദ്ധ നൽകുക, തങ്ങളുടെ ബലഹീനതകളെ പരിശോധിക്കുക. ആളുകളിൽ ബലഹീനതയില്ല, പ്രവർത്തിക്കുന്നവരിലാണ് ബലഹീനതയുള്ളത്. വഖഫെ ജദീദിന്റെ ഒരു വിഭാഗമാണ് ചന്ത നൽകുന്ന പ്രായപൂർത്തിയായവർ. ഇതിൽ പാകിസ്ഥാനിലെ ജമാഅത്തുകളിൽ 1ാം സ്ഥാനത്ത് ലാഹോർ, പിന്നെ റബുവ, പിന്നെ കറാച്ചി. ഇതുകൂടാതെയുള്ള ജമാഅത്തുകളിൽ ഇസ്ലാമാബാദ്, ഗുജ്റാൻവാല, ഗുജറാത്ത്, മുൽത്താൻ, ഉമർകോട്ട്, ഹൈദരാബാദ്, പിഷാവർ, മീർപൂർ ഹാസ്, ഉഖാഡ, തറാബ്, ബാബ ഖാദി ഖാൻ. അത്ഫാലുകളുടെ ദഫ്തറിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ചെയ്ത ത്യാഗങ്ങൾ, അതിലും ലാഹോറാണ് 1ാം സ്ഥാനത്ത്. അതിനുശേഷം റബുവ, കറാച്ചി, അതിനുശേഷം സിയാൽകോട്ട്, റാവൽപിണ്ടി, ഗുജ്റാൻവാല, ഗുജറാത്ത്, ഹൈദരാബാദ്, തെറ, ബാബ ഖാദി ഖാൻ, കോസ്ലി, ആസാദ് കശ്മീർ, പീർപൂർ ഹാസ്, മുൽത്താൻ, ബാസൽ നഗർ. മൊത്തമായ വസൂലിയുടെ അടിസ്ഥാനത്തിൽ യുകെയിലെ ആദ്യ 10 ജമാഅത്തുകൾ വുസൻ പാർക്ക്, മസ്ജിദ് ഫസൽ, ബർജിംഗം സൗത്ത്, പട്നി, റിയാസ് പാർക്ക്, ബ്രാൻഫോർഡ്, ന്യൂമാൾട്ടൺ, ഗ്ലാസ്കോ, ബിഡ്മിംഗ്ടൺ വെസ്റ്റ്, ഗില്ലington. മൊത്തമായ വസൂലിയുടെ അടിസ്ഥാനത്തിൽ റീജിയനിൽ ലണ്ടൻ ബി 1ാം സ്ഥാനത്ത്, ലണ്ടൻ എ, മിഡ്ലാൻഡ്, നോർത്ത് ഈസ്റ്റ്, പിന്നെ സൗത്ത്. വസൂലിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയുടെ 5 ലോക്കൽ ഇമാറത്തുകൾ, ഹാംബർഗ് 1ാം സ്ഥാനം, ഫ്രാങ്ക്ഫർട്ട്, വെസ്ബാദൻ, മോൽപീദം, റോഫ്ഡോഫ്, റിക്സംബർഗ്. മൊത്തം വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ 10 വലിയ ജമാഅത്തുകൾ റീഡർമാർക്ക്, ന്യൂയിസ്, ഫോർട്സ്ബർഗ്, നീഡ, ഫോർസിയം, ഹനൗ, കൊളോൺ, കോബ്ലൻസ്, ലോഗൻ, മേബിലൻഡ്. അമേരിക്കയിലെ ആദ്യ 10 ജമാഅത്തുകൾ സിലിക്കോൺ വാലി, സീറ്റിൽ, സിറ്റായിഡ്, സിൽവർ സവറിംഗ്, സെൻട്രൽ വെർജീനിയ, ലോസ് ഏഞ്ചലസ് ഈസ്റ്റ്, ഡല്ലാസ്, ഹൗസ്റ്റൺ, ഡലാഫിയ, യാർക്ക്. കാനഡയിലെ ജമാഅത്തുകൾ 1 കാൽഗരി, പീസ് വില്ലേജ്, വാൻ, റാഗുവർ, സാഗ. ആദ്യം ഇമാറത്തുകളാണ് പറഞ്ഞത് വസൂലിയുടെ അടിസ്ഥാനത്തിൽ. ഇനി വലിയ ജമാഅത്തുകൾ. ഇതിൽ ദർഹം, മിൽട്ടൺ ഈസ്റ്റ്, സിൽക്കൺ സൗത്ത്, സിക്കട്ടൂൺ നോർത്ത്, വെൻസർ, ലൈനിസ്റ്റർ, അത്തുറസ്, അത്വായിസ്, റിജൈന. ദഫ്തർ അത്ഫാലുകളുടെ ആദ്യ 5 സ്ഥാനങ്ങൾ റാം 1ാം സ്ഥാനത്ത്, ബെഡ്ഫോർഡ്, സിക്കട്ടോൺ നോർത്ത്, ലൈസ് ഇൻസ്റ്റർ. ഇവരുടെ റീജിയൻ കാൽഗരി 1ാം സ്ഥാനത്ത്, പിന്നെ പീസ് വില്ലേജ്, പിന്നെ ബോട്ടൺ, വാൻ, റെസ്റ്റോൺ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കേരളം 1ാം സ്ഥാനത്ത്, 2 ജമ്മു കശ്മീർ, തമിഴ്നാട്, കർണാടക, തെലങ്കാന, പിന്നീട് ഒഡീസ, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഡൽഹി, പിന്നീട് മഹാരാഷ്ട്ര. ജമാഅത്തിലെ ആദ്യ 10 ജമാഅത്തുകൾ
കരുളായി 1-ാം സ്ഥാനത്ത്, കാലിക്കറ്റ്, ഹൈദരാബാദ്, പത്തപിരിയം, കാദിയാൻ, കണ്ണൂർ ടൗൺ, കൽക്കത്ത, ബാംഗ്ലൂർ, സേലൂർ, പഴയങ്ങാടി. ആസ്ട്രേലിയയിലെ ജമാഅത്തുകൾ കാസ്ബിൻ 1-ാം സ്ഥാനത്ത്, ബെസ്ബൻ, ലോഗാൻ, മാസ്റ്റൺ പാർക്ക്, ബെർവിക്, പെസിത്ത്, പിന്നെ അഡ്ലൈഡ് സൗത്ത്, റാംപ്ടൺ, കാംബ്രോ, ലോങ് ഹാറിംഗ്, അഡ്വേ വെസ്റ്റ്. അള്ളാഹു ഈ ത്യാഗം ചെയ്ത എല്ലാവരുടെയും ധനത്തിൽ അളവറ്റ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. ഇനി മുതൽ അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെയും ശരിയായ നിലയിൽ ജോലി ചെയ്യുന്നതിനായി പ്രവർത്തന സജ്ജമാക്കുക. അവിടെയുള്ള കുറവുകൾ ഇല്ലാതാക്കുന്നതിനെ ശ്രമിക്കുക. പ്രധാനമായും അംഗസംഖ്യയിൽ വർധനവുണ്ടാവേണ്ടതാണ്. തുക വർദ്ധിക്കും, അത് ശരി തന്നെ. എന്നാൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണം എന്ന നിർബന്ധമാണ്. ചെറിയ തുക നൽകിയിട്ടാണെങ്കിലും ശരി. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ഗായിബ് ജനാസ നമസ്കാരം നിർവഹിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ ബഹുമാനപ്പെട്ട ആസ്മ താഹിറ സാഹിബയുടേതാണ്. ബഹുമാന മിർസ ഹലീം അഹമ്മദ് സാഹിബിന്റെ ഭാര്യയായിരുന്നു. 2016 ഡിസംബർ 23-ന് 79-ാമത്തെ വയസ്സിൽ കാനഡയിൽ വെച്ച് ഇവർ വഫാത്താകിയുണ്ടായി. ഇന്നലില്ലാഹി വ ഇന്നാ റാജിഊൻ. 1935 ജൂണിൽ ഭാഗൽപൂരിലാണ് ഇവർ ജനിച്ചത്. പിതാവിന്റെ പേര് മൗലവി അബ്ദുൽ ബാക്കി സാഹിബ് എന്നായിരുന്നു. മാതാവ് സഫിയ ഖാത്തൂൻ സാഹിബ. ഇവരുടെ പിതാവ് വളരെ നീണ്ടകാലം ജമാഅത്തിന്റെ പഞ്ചസാര ഫാക്ടറിയിൽ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടുത്തെ ജമാഅത്ത് സദറുമായിരുന്നു. ഹസ്രത്ത് അലി അഹമ്മദ് സാഹിബ് ഇവരുടെ പിതാമഹനായിരുന്നു. ഹസ്രത്ത് മസീമുദ് അലി ഇസ്ലാമിൽ ബയ്യത്ത് ചെയ്തു. ബയ്യത്തിന്റെ സംഭവം ബഹുമാന അമത്തുൽ നൂർ സാഹിബ വിവരിക്കുന്നു. പറയുന്നു, ഞങ്ങൾ കേട്ടിരുന്നത് അദ്ദേഹം കാദിയാനിൽ വരുമ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. കാദിയാനിൽ വരുന്ന വഴി അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടലവി അദ്ദേഹത്തെ തടയുന്നതിന് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലവി സാഹിബിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മ സൂര്യചന്ദ്ര ഗ്രഹണങ്ങളുടെ അടയാളം പൂർത്തിയായപ്പോൾ എന്നെ അന്വേഷിക്കുന്നതിനായി കാദിയാനിലേക്ക് അയച്ചതാണ്. താങ്കളുടെ ഈ പ്രവൃത്തി മൂലം എനിക്ക് മിർസ സാഹിബിന്റെ സത്യത മനസ്സിലായിരിക്കുന്നു. താങ്കളെപ്പോലെയുള്ള ഇത്ര വലിയൊരു മൗലവി ഒരു വ്യാജനും വ്യാജവാദിക്കും വേണ്ടി സമയം നഷ്ടപ്പെടുത്തുമോ? താങ്കളുടെ ഈ പ്രവൃത്തിയും സമയനഷ്ടവും പറഞ്ഞു തരുന്നത് ഹസ്രത്ത് മിർസ സാഹിബ് സത്യവാനാണ് എന്നാണ്. 1964 ജനുവരി 6-ന് ഞാൻ പറഞ്ഞതുപോലെ മിർസ ഖലീൽ സാഹിബുമായി ഇവരുടെ വിവാഹം നടന്നു. മിർസ ഖലീൽ സാഹിബ് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായിരുന്നു. സാഹിബ് സാദി അമത്തുൽ ഹൈ സാഹിബയാണ് ജന്മം നൽകിയത്. ബഹുമാന അസ്മ താഹിറ സാഹിബ ജനറൽ സെക്രട്ടറി ലജ്നായുമായുള്ള മർക്കസി എന്ന നിലയിലും സിയാഫത്ത് സെക്രട്ടറി ലജ്നായുമായുള്ള മർക്കസി എന്ന നിലയിലും മെമ്പർ ആലംഗീർ തബ്ലീഗ് മൻസൂബ കമ്മിറ്റി എന്ന നിലയിലും പ്രാദേശിക ലജ്ന എന്ന നിലയിലും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അസ്മ താഹിറ സാഹിബയുടെ പിതാവ് 1975 വഫാത്തായി. പിന്നെ മാതാവ് ഇവരോടൊപ്പം താമസിച്ചു. അസ്മ താഹിറ സാഹിബയെ കുറിച്ച് എന്റെ അമ്മായും കൂടിയാണ്. അവർ ഭർതൃഗ്രഹത്തിലെ പ്രകാരമായിരുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിവുള്ളതാണ്. ബന്ധുക്കളോടും കുടുംബക്കാരോടും പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തിന്റെയും മാതൃകയുടെയും ബന്ധമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രോഗാവസ്ഥയിൽ കാണാൻ ചെന്നിരുന്നു. ഈ സമയം കാനഡയിലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രോഗാവസ്ഥ എന്നത് അനങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ആ സമയം അവരുടെ വിനയം പ്രകാരം എന്നാൽ അവർ പറഞ്ഞു, എന്റെ വസ്ത്രം മാറ്റിയാലും എന്നെ മുലാഖാത്തിന് വേണ്ടി ഒരു പക്ഷേ വിളിക്കുന്നതാണ്.
അതായത് ഞാൻ മുലാഖാത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണാൻ വേണ്ടി അവർ തയ്യാറായിരുന്നു. അവരെ ഞാൻ വിളിപ്പിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഞാൻ പോയി കാണുകയും വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് സന്താനമുണ്ടായിരുന്നില്ല. ഒരു സഹോദരിയുടെ മകൾ അവളെ എടുത്തു വളർത്തിയിരുന്നു, അവരെ പരിപാലിച്ചു. 5-ാമത്തെ വയസ്സിൽ അവരെ കൂടെ ചേർത്തു. പറയുന്നു, സ്വന്തം മകളെ പോലെയാണ് പരിപാലിച്ചത്. വിവാഹാവസരങ്ങളിൽ എല്ലാ സജ്ജീകരണവും തയ്യാറാക്കി. തർബിയത്തിന്റെ ഒരു വശവും വിട്ടുകളഞ്ഞില്ല. ഞാൻ പരിഭ്രമിക്കുമ്പോൾ എന്നോട് ദുആ ചെയ്യാൻ പറയും. ദുആ ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണെന്ന് പറയും. ദുആയിൽ വളരെ വിശ്വാസമായിരുന്നു. കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു. അവരുടെ തർബിയത്തിന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം പള്ളിയിൽ അവരെ വ്യാപൃതരാക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റുകയുമില്ല, നഷ്ടപ്പെട്ടു പോകുകയുമില്ല. ജമാഅത്തുമായി ബന്ധം വെച്ച് പുലർത്താനും എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഈ കുട്ടി പറയുന്നു, എന്നെ വസിയത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉപദേശിച്ചുകൊണ്ടിരുന്നു. അതുപോലെ എപ്പോഴും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പലതവണ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ജോലിക്കാരോടും അങ്ങേയറ്റം മൃദുലതയോടെ പെരുമാറിയിരുന്നു. വീട്ടിൽ ജോലിക്കാരി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വളർത്തുമകളോട് പറഞ്ഞിരുന്നത്, എനിക്ക് ശേഷം ഇവരെ നോക്കണം. വീട്ടിൽ അവർക്ക് നൽകിയിരിക്കുന്ന ക്വാർട്ടർ, അവിടെ നിന്നും ഇവരെ പറഞ്ഞയക്കരുത്. അള്ളാഹു ഇവരോട് കാരുണ്യത്തോടും മൗഫറത്തോടും കൂടി പെരുമാറട്ടെ. 2-ാമത്തെ ജനാസ ബഹുമാനപ്പെട്ട ചൌധരി ഹമീദ് റസൂലുള്ളാഹ് ഖാൻ സാഹിബിന്റേതാണ്. 2017 ജനുവരി 4 ലാഹോറിൽ 83-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചൌധരി ഹമീദ് റസൂലുള്ളാഹ് സാഹിബിന്റെ പിതാമകൻ ഹസ്രത്ത് ചൌധരി നസറുല്ലാഹ് ഖാൻ സാഹിബ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാമഹൻ ഫതഹ് മുഹമ്മദ് സിയാൽ ആയിരുന്നു. അദ്ദേഹവും മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ചൌധരി അബ്ദുൽ ഖാൻ സാഹിബ് ദീർഘകാലം കറാച്ചി ജമാഅത്തിന്റെ അമീറായിരുന്നു. ചൌധരി സഫറുല്ലാഹ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ പിതാവും ഭാര്യ പിതാവുമായിരുന്നു. 1964 ഹമീദ് റസൂലുള്ളാഹ് ഖാൻ സാഹിബിന്റെ വിവാഹം ചൌധരി സഫറുല്ലാഹ് ഖാൻ സാഹിബിന്റെ മകൾ അമത്തുൽ ഹയ്യുമായി നടന്നു. ഇവരുടെ മകൾ മുസഫർ സഫറുല്ലാഹ് ഖാൻ ഇബ്രാഹിം സഫറുല്ലാഹ് ഖാൻ 16-ാമത്തെ വയസ്സിൽ വഫാത്തായി. ആയിഷ നസറുല്ലാഹ് എന്ന മകളും ഉണ്ട്. ചൌധരി ഹമീദ് റസൂലുള്ളാഹ് ഖാൻ സാഹിബിന്റെ വിവാഹം ചൌധരി സഫറുല്ലാഹ് ഖാൻ സാഹിബിന്റെ മകളുമായി നടന്നിരുന്നു. ഇവരുടെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഡോക്ടർ ഇജാസുൽ ഹഖ് സാഹിബുമായും. അതിൽ 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഫസൽ ഹഖ് അഹമ്മദ് നസറുല്ല 1964 ഫെബ്രുവരി 5 ലാഹോറിൽ വെച്ച് ഇദ്ദേഹത്തെ വഫാത്താക്കിയുണ്ടായി. അദ്ദേഹം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മക്കളെയും വളരെ സ്നേഹത്തോടും സ്വന്തം മക്കളെ പോലെയും കൂടെ താമസിപ്പിച്ചു. അസദ് ഖലീഫത്ത് മസീഹ് സാലിസ് ഇദ്ദേഹത്തെ 1975 ലാഹോർ ജമാഅത്തിന് അമീറായി നിയോഗിച്ചു. 34 വർഷം ലാഹോർ ജമാഅത്തിന്റെ അമീറായി ജോലി ചെയ്തു. 2009 അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ശരിയായി പോകുമായിരുന്നില്ല. കഴിവുണ്ടെങ്കിൽ ആദ്യം നോക്കുക എന്ന് ഞാൻ പറഞ്ഞത് പ്രകാരം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ടാണ് മാറി നിന്നത്. ഇമാറത്തിന്റെ ജോലി വളരെ വിശാലമാണ്. അത് നല്ല നിലയിൽ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം പുതിയ അമീറിനെ നിയോഗിച്ചു. ഷെയ്ഖ് മുനീർ സാഹിബ് 2016 അദ്ദേഹത്തിന് ഷഹാദത്ത് സംഭവിച്ചു. അദ്ദേഹം ഏകദേശം 2009 വരെ അമീറായി പ്രവർത്തിച്ചു. 1974 എതിർപ്പിന്റെ സാഹചര്യത്തിലും അദ്ദേഹം അപ്പോൾ അമീറായിരുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാലിസ് ഇദ്ദേഹത്തിന്റെ മേൽ ഏൽപ്പിച്ചിരുന്നു. ഭംഗിയായി അതെല്ലാം അദ്ദേഹം നിർവഹിച്ചു. ഹൈക്കോർട്ടിൽ 1974 സുവാരി കമ്മീഷൻ സ്ഥാപിതമായപ്പോൾ അതിലും അദ്ദേഹത്തിന്റെ ഭാരിച്ച സേവനങ്ങൾ ഉണ്ടായിരുന്നു. 1984 അപകടാവസ്ഥയിലും ലാഹോറിലെ ഹൈക്കോർട്ടിലെ വഫായെ ശരീഅത്ത് കേസിൽ അദ്ദേഹം വിവിധ സേവനങ്ങൾ ചെയ്തു. അതുപോലെ അദ്ദേഹത്തിന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി
പാകിസ്ഥാനിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് റബുവിൽ നിന്ന് ലണ്ടൻ വരെ ഹുസൂറിന്റെ കൂടെ കഴിയാൻ സൗഭാഗ്യം ലഭിച്ചു. ഏതുവരെ ഞാൻ മനസ്സിലാക്കുന്നത്, റബുവയിൽ നിന്ന് കറാച്ചി വരെ കാർ ഡ്രൈവ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇമാറത്ത് കാലത്ത് ലാഹോറിലെ ദാറുൽ ദിക്റിന് കൂടുതൽ വിശാലത കൈവന്നു. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഒരുപാട് ജോലികൾ അന്ന് നടന്നിരുന്നു. ഇമാറത്ത് കാലത്ത് ലാഹോറിൽ ഒരുപാട് മനോഹരമായ മസ്ജിദുകളുടെ എണ്ണം വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് അഹമ്മദിയ ജമാഅത്ത് ലാഹോറിന് മെച്ചപ്പെട്ട നിലയിൽ ധനത്യാഗം കാഴ്ചവെക്കാൻ സാധിച്ചു. കഴിഞ്ഞ 32 വർഷമായി ഇദ്ദേഹം ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ സദർ എന്ന നിലയിൽ സേവനം ചെയ്യുകയായിരുന്നു. 1984 പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിലേക്ക് മസീഹ് റാബി ഹിജ്റത്ത് ചെയ്ത സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ആഡംസണിന്റെ പുസ്തകത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മുനവർ സാഹിബ് സെക്രട്ടറി ഉമൂറെ ആമ ലാഹോർ എഴുതുന്നു, ഹമീദ് റസൂലുള്ളാ ഖാൻ സാഹിബ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വളരെയധികം ഗൗനിച്ചിരുന്നു. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്നു. അവർക്ക് നിർദ്ദേശം നൽകുമ്പോൾ വളരെ സ്നേഹത്തോടെ നിർദ്ദേശം നൽകിയിരുന്നു. പറയുന്നു, 9 വർഷം ഞാൻ ലാഹോർ ജില്ലയുടെ കായിദായി പ്രവർത്തിച്ചു. ഒരിക്കലും തന്നെ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു അതിർത്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. ഖുദാമുൽ അഹമ്മദിയുടെ പ്രവർത്തനത്തിൽ ഒരുപാട് പിന്തുണ നൽകിയിരുന്നു. ലാഹോറിന് പുറത്ത് 5 പ്രാവശ്യം ഖുദാമുൽ അഹമ്മദിയുടെ ഇജ്തിമ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിന് അദ്ദേഹം ഞങ്ങളെ ഒരുപാട് മാർഗദർശനങ്ങൾ നൽകി. ഓരോരോ വസ്തുവിനെക്കുറിച്ചും ശരിയായ നിർദ്ദേശം നൽകിയുണ്ടായി. ചൌധരി ഹമീദ് റസൂലുള്ളാ ഖാൻ സാഹിബ് വളരെ നല്ല കാര്യനിർവഹനായിരുന്നു. ജോലി കൃത്യസമയത്തും ശരിയായ സ്ഥലത്തും ചെയ്യുമായിരുന്നു. എല്ലാ ജമാഅത്തുകളിലും പര്യടനം നടത്തിയിരുന്നു. ജമാഅത്ത് സദർമാരുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. ആമില അംഗങ്ങളെ സുഹൃത്തുക്കളെ പോലെയും കൈകാലുകളെ പോലെയും മനസ്സിലാക്കിയിരുന്നു. ഹക്കീം താരിഖ് സാഹിബ് പറയുന്നു, ഖിലാഫത്തിനോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. ജമാഅത്തിന്റെ ഉദ്യോഗസ്ഥരോടും സേവകരോടും അങ്ങേയറ്റം സ്നേഹത്തോടും മമതയോടും പെരുമാറിയിരുന്നു. അവരെ വളരെയധികം വിലമതിച്ചിരുന്നു. അവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. എന്നോടൊപ്പം എത്ര വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. ഒരു അമീർ എന്ന നിലയിൽ ഞാൻ നാസിർ ആയിരുന്ന അവസ്ഥയിലും പരിപൂർണ സഹകരണത്തോടും അനുസരണത്തോടും കൂടി എന്നോടൊപ്പം ഞാൻ നാസിർ ആയിരുന്നപ്പോഴും ഖലീഫ ആയിരുന്നപ്പോഴും ഇദ്ദേഹം ലാഹോറിന്റെ അമീർ ആയിരുന്ന കാലം അത്രയും അങ്ങേയറ്റം ഉന്നത സഹകരണത്തോടെയാണ് പ്രവർത്തിച്ചത്. അനുസരണത്തിന്റെ വികാരം അദ്ദേഹത്തിൽ അധികമായിരുന്നു. കേണൽ നഈം സിദ്ദീഖി സാഹിബ് നായിബ് അമീർ ജില്ല ലാഹോർ എഴുതുന്നു, ഖിലാഫത്തുമായുള്ള ബന്ധത്തിന്റെ സംഭവങ്ങൾ വിവരിക്കാൻ ആരംഭിച്ചാൽ പിന്നെ അദ്ദേഹം അത് തുടർന്നു പോകുന്നതാണ്. കേണൽ നഈം സാഹിബ് ഒരു സംഭവം എഴുതുന്നു, ഭാവൽപൂരിലേക്ക് ഏതോ കാര്യത്തിനായി അദ്ദേഹം പോവുകയായിരുന്നു. അദ്ദേഹത്തിന് യാത്രയിൽ റബുവയിൽ എത്തിച്ചേരുക എന്ന ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ സന്ദേശം ലഭിച്ചു. ഭാവൽപൂർ എത്തിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം തന്റെ ജോലി ഉപേക്ഷിച്ച് ഉടൻ തന്നെ റബുവയിൽ തിരിച്ചെത്തി. രാത്രിക്ക് രാത്രി അവിടെ എത്തിച്ചേർന്നു. സുബൈ നമസ്കാരത്തിന് മുമ്പ് തന്നെ എത്തിച്ചേർന്നു. പുറത്ത് ഉലാത്താൻ തുടങ്ങി. തഹജ്ജുദിന്റെ സമയമായി, അതായത് അദ്ദേഹം സമയം നോക്കി തഹജ്ജുദിന്റെ സമയമായിരുന്നു എന്ന് കണ്ടപ്പോൾ, അതോ നമസ്കാരത്തിന്റെ മധ്യത്തിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം വന്നു. അതിനുശേഷം ഞാൻ ഹാജറാണെന്ന സന്ദേശം അയച്ചു. പാവപ്പെട്ടവർക്കായി വസീഫ നൽകിയിരുന്നു. അത് തന്റെ പേരിൽ മാത്രമായിരുന്നില്ല, ഭാര്യയുടെയും പിതാവിന്റെയും ചൌധരി സഫറുല്ലാ ഖാൻ സാഹിബിന്റെ പേരിലും വസീഫ നൽകിയിരുന്നു. അവിടെയെങ്കിലും അപേക്ഷ വന്നാൽ എന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഭാഗത്തു നിന്ന് വസീഫ നൽകിയെന്ന് മാർക്ക് ചെയ്തിരുന്നു. ഇതും ഇദ്ദേഹം ശരിയാണ് എഴുതിയിരിക്കുന്നത്. അമീദ് റസൂലുള്ളാ ഖാൻ ജമാഅത്ത് അഹമ്മദിയ ലാഹോറിന്റെ ചരിത്രമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നേതൃത്വത്തിന്റെ കഴിവ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതിനെ ശരിയായ നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഷംസ് സാഹിബ് എഴുതുക മാത്രമല്ല, ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ സെക്രട്ടറിയാണ്. 32 വർഷം സദറായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
സഫറുല്ലാ ഖാൻ സാഹിബിന്റെ വഫാത്തിന് ശേഷം 1986 ഇദ്ദേഹത്തെ ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ സദറായി നിയോഗിച്ചു. മരണം വരെ ഏകദേശം 32 വർഷം ഇദ്ദേഹത്തിന് ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ സദറായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. വളരെയധികം സഹാനുഭൂതിയും ആശ്വാസകനും ദയാലുവും മൃദുലനും പ്രസന്നവദനുമായ മനുഷ്യനായിരുന്നു. ബന്ധത്തിന്റെ വൃത്തം അദ്ദേഹത്തിന്റേത് വളരെ വിശാലമായിരുന്നു. ഈ ബന്ധങ്ങൾ എല്ലാം ജമാഅത്തിന്റെ പ്രയോജനത്തിനായി ഉപയോഗിച്ചിരുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥനും അനുരക്തനും ദീനീ സേവകനും ഖലീഫമാരുടെ സുൽത്താനെ നസീർ ഖിലാഫത്തിന് ഉന്നത മഹത്വം നൽകിയും കൽപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു. കൂറു പുലർത്തുന്ന മനുഷ്യനായിരുന്നു. ശരിയായ ശാരീരിക ബലഹീനത ഉണ്ടായിരുന്നിട്ട് കൂടി ഫൗണ്ടേഷന്റെ രോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. നല്ല നിർദ്ദേശകനും കാര്യം മനസ്സിലാക്കുന്ന വ്യക്തിയുമായിരുന്നു. തന്റെ കഴിവനുസരിച്ച് പ്രശ്നത്തിന്റെ ആഴം വരെ എത്തിച്ചേരുകയും പരസ്പരം അഭിപ്രായത്തിലൂടെ തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. മിർസ നെയ്യം സാഹിബ് പറയുന്നു, അദ്ദേഹം എന്നെ സ്വയം കേൾപ്പിച്ചതാണ്. അദ്ദേഹത്തെ അമീർ ജമാഅത്ത് 1975 നിയോഗിച്ചപ്പോൾ വളരെ പരിഭ്രമപ്പെട്ട് റബുവിൽ ചെന്ന് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ സമക്ഷം ഹാജരായി മുലാഖാത്ത് ചെയ്യാനായി സന്ദേശം അയച്ചു. ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭാരവാഹിത്വത്തിന് അർഹനല്ല. ഖലീഫ സാലിസ് പറഞ്ഞു, ഇപ്പോൾ ഭക്ഷണത്തിന്റെ സമയമാണ്, ആദ്യം ഭക്ഷണം കഴിക്കുക. ചൗധരി സാഹിബ് അപ്പോഴും ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഖലീഫത്തുൽ മസീഹ് സാലിഹ് തന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയാണ് നിന്നെ അമീർ ആയി നിയോഗിച്ചത്. അള്ളാഹുവിന്റെ ഖലീഫ നല്ലതുപോലെ അറിയുന്നു. പറയുന്നു, അതിനുശേഷം കഠിനമായ പല സംഭവങ്ങളും ഉണ്ടായി. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഒരിക്കലും പരിഭ്രമിച്ചിട്ടില്ല. ഖിലാഫത്തിന്റെ ദുആ മൂലം എന്റെ എല്ലാ ജോലികളും പൂർണ്ണമായി. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും പെരുമാറ്റം കാണിക്കട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും ആത്മാർത്ഥതയും ഖിലാഫത്തുമായുള്ള ബന്ധം നിലനിർത്തുന്നവരാക്കി തീർക്കട്ടെ. അദ്ദേഹത്തിന്റെ നന്മ തുടരാനുള്ള തൗഫീക്ക് നൽകട്ടെ. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.